സദ്യകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതും തൊടുകറികളിൽ ആദ്യം വിളമ്പുന്നതുമായ ഇഞ്ചിക്കറിയുടെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്യണേ. താമസിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു 4 വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കഴുകിയതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് നേരിയതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഉപ്പ് തിരുമ്മി കഴുകി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കവർപ്പ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് തിരുമ്മി കഴുകുന്നത്. ഇനി ചീനിച്ചട്ടിയിലേക്ക് ചൂട് കട്ടിയുള്ളൊരു ചീനിച്ചട്ടി എടുക്കണം. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കേണ്ടത്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഇഞ്ചിയൊക്കെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാമേ. ഇത് നന്നായിട്ട് വറുത്ത് കോരാനുണ്ട്. ഇപ്പം കൂടെ മഴയൊക്കെ പെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്നതിൻ്റെ അത്രയും ഇഞ്ചി നമ്മൾ വറുത്ത് കഴിയുമ്പോഴത്തേക്കും കിട്ടത്തില്ല. അത് ഏകദേശം അതിൻ്റെ പകുതിയോ അല്ലെങ്കിൽ പകുതിയിലും താഴെയായിട്ടോ ചുരുങ്ങും. അതുപോലെ തന്നെ ഇഞ്ചി വറുക്കുമ്പം നമ്മൾ ഹൈ ഫ്ലെയിമിൽ തീ ഇട്ടിട്ട് വറുക്കരുത്. അത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ശരിക്കും പറഞ്ഞാൽ ഇഞ്ചിക്കറിയുടെ കറക്റ്റ് ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഈ ഇഞ്ചി മൂപ്പിച്ചെടുക്കുന്നതിലാണ്. മീഡിയത്തിലോ അല്ലെങ്കിൽ ലോയിലോ ഇട്ടിട്ട് വേണം നമുക്ക് ഇഞ്ചി ഒന്ന് വറുത്ത് കോരിയെടുക്കാൻ. കൈയെടുക്കാതെ നിന്ന് ഇളക്കി വറുത്ത് കോരിയെടുക്കണം. ഇതുപോലെ ഒരു ഡാർക്ക് ബ്രൗൺ നിറമല്ല, ഒരു സ്വർണ്ണ നിറത്തിലായിട്ട് അതിൻ്റെ കുറച്ചും കൂടി ഒരു മൂപ്പ് വരുന്ന പരുവത്തിൽ നമ്മൾ വറുത്തെടുക്കണേ. ഇനി അതുപോലെ തന്നെ നമുക്ക് ചുവന്നുള്ളിയാണ് വേണ്ടത്. എത്രത്തോളം ഇഞ്ചി എടുക്കുന്നോ അതിൻ്റെ ഒരു പകുതി ഭാഗത്തോളമെങ്കിലും ചുവന്നുള്ളി എടുക്കണം. സവാള ഒന്നും എടുക്കരുത്. അതുപോലെ തന്നെ നമുക്ക് ഒരു പച്ചമുളകും കൂടി വേണം. അധികം എരിവില്ലാത്ത പച്ചമുളക് വേണം എടുക്കാനേ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇഞ്ചി നമ്മൾ എങ്ങനെ മൂപ്പിച്ചെടുത്തോ അതുപോലെ തന്നെയാണ് ഈ ഒരു ചുവന്നുള്ളിയും പച്ചമുളകും കൂടി വാട്ടിയെടുക്കേണ്ടത്. പല രീതിയിൽ നമ്മൾ ഇഞ്ചിക്കറി ഉണ്ടാക്കാറുണ്ട്. തേങ്ങ വറുത്തരച്ച് വെക്കാറുണ്ട്, ഇഞ്ചി കൊത്തിയരിഞ്ഞിട്ട് വെക്കാറുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇഞ്ചി ഒന്ന് അരച്ചിട്ടും വെക്കാറുണ്ട്, പിന്നെ ഇഞ്ചി മൂപ്പിക്കാതെയും വെക്കാറുണ്ട്. അതിൻ്റെ ഒരു ലോങ് വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇഞ്ചി വറുക്കാതെ പച്ച ഇഞ്ചി കൊണ്ട് നമ്മൾ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു മൂപ്പിച്ചെടുത്ത ഇഞ്ചിയുടെ കൂടെ തന്നെ ഈ ഒരു ചുവന്നുള്ളിയും പച്ചമുളകിൻ്റെ കൂട്ടും ചേർക്കണം. അത് നമുക്ക് പൊടിച്ചെടുക്കാനുള്ളത്. തണുത്തതിന് ശേഷമാണ് പൊടിച്ചെടുക്കേണ്ടത്. അപ്പം ഇതിൽ എണ്ണ ബാലൻസ് കിടന്നതുകൊണ്ട് അതിൽ തന്നെ നമ്മൾ ആദ്യം ആ കടുക് പൊട്ടിക്കാനുള്ള ഐറ്റംസ് ഇട്ട് നമ്മൾ മൂപ്പിച്ച് മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ അത് എളുപ്പമാവേ. പിന്നെ രണ്ടാമത് നമ്മൾ ലാസ്റ്റ് താളിക്കേണ്ടി വരത്തില്ല. ഈ ഒരു എണ്ണയ്ക്കകത്താകുമ്പോൾ നല്ലൊരു മണവും ഗുണവും കൂടെ കിട്ടും. അതിലും വറുത്തെടുക്കാനായിട്ട് കടുക് പൊട്ടിക്കാനായിട്ട് ചുവന്നുള്ളി തന്നെയാണ് എടുക്കുന്നത്. ഒരു 5-6 അല്ലി ചുവന്നുള്ളിയോളം എടുത്തിട്ട് അതും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കത് വാങ്ങി വേറൊരു പ്ലേറ്റിലേക്ക് വയ്ക്കാം. അത് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ബാലൻസ് കുറച്ച് എണ്ണ വന്നതുകൊണ്ടാണ് ആ ഒരു എണ്ണയ്ക്കകത്ത് തന്നെ ഞാനിത് മൂപ്പിച്ചെടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് താളിച്ചൊഴിച്ചാൽ മതി. അപ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഇഞ്ചിയുടെയും ഉള്ളിയുടെയും കൂട്ടൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതങ്ങ് പൊടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കണം. ഏകദേശം 1 ടീസ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടിയുടെ ചുവ ഒരുപാട് കൂടുതലായിട്ട് വരരുത്, എങ്കിൽ ആ ഇഞ്ചിക്കറിയുടെ ആ ഒരു ഗുണവും മണവും ടേസ്റ്റും എല്ലാം അങ്ങ് മാറിപ്പോവേ. ഇതുപോലെ കുറച്ച് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ ഞാനിതേപോലെ 1 ടീസ്പൂണാണ് എടുക്കുന്നത്. ഇഞ്ചിയുടെയൊക്കെ ഒരു അളവ് കൂടുമ്പം അതിനനുസരിച്ച് പൊടികൾ എടുത്തോണേ. ഇതിലേക്ക് ഇനി പിരിയൻ മുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 3/4 ടീസ്പൂണോളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതാകുമ്പം എരിവ് നന്നേ കുറഞ്ഞിരിക്കും, കുറച്ച് കൊഴുപ്പും കൂടെ കിട്ടേ. ഇത് രണ്ടും നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷമാണ് നമുക്കിതിലേക്ക് ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഉലുവാപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമുക്ക് ഇഞ്ചിക്കറിയിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കത്തില്ല കേട്ടോ. ഈ ഒരു പൊടികൾ ഇത്രയും മാത്രമേ ചേർക്കുള്ളൂ. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഇഞ്ചിയും ആ ഒരു ഉള്ളിക്കൂട്ടൊക്കെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. അതും കൂടെ ഈ ഒരു കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് പുളിവെള്ളമാണ്. ഏകദേശം ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി ചെറിയ ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് അലിയിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാമേ. ഇഞ്ചിക്കറി എന്ന് പറയുമ്പം എരിവും മധുരവും ഉപ്പും പുളിയും എല്ലാം തന്നെ ബാലൻസ് ആയിട്ട് വരണേ. അപ്പോൾ ബാക്കിയുള്ള പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് കുറുകി വരണം. ശരിക്കും പറഞ്ഞാൽ ഇഞ്ചിക്കറി മാത്രം മതി കേട്ടോ നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. ഇനി നമുക്ക് കുറച്ച് ശർക്കര ചീകിയതോ അല്ലെങ്കിൽ ശർക്കര ഉരുക്കിയിട്ട് അഴുക്ക് കളഞ്ഞ് വയ്ക്കത്തില്ല, അതോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊതുവേ നമ്മുടെ കൊല്ലം ജില്ലകളിലും കൊട്ടാരക്കര ഭാഗങ്ങളിലൊക്കെ ഇഞ്ചിക്കറിക്ക് മധുരം അങ്ങനെ ചേർക്കാറില്ല. പക്ഷെ നമ്മുടെ തിരുവനന്തപുരം ഭാഗങ്ങളിലോട്ട്
മധുരം അത്യാവശ്യം ചേർക്കും കേട്ടോ, അത് നല്ല ടേസ്റ്റാണ്. ഏറ്റവും ലാസ്റ്റ് കുറച്ച് കായ്പ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്തവണത്തെ ഓണത്തിന് ഇതേ രീതിയിലൊന്ന് ഇഞ്ചിക്കറി തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടണേ. കമൻറ്റുകൾ പോസിറ്റീവായാലും നെഗറ്റീവായാലും കുഴപ്പമില്ല. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ അത് ക്ലിയർ ചെയ്തിട്ട് അടുത്തടുത്ത വീഡിയോസ് ക്ലിയർ ആക്കാൻ നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, ഹൈപ്പും കൂടെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ബെല്ലൈക്കൺ സബ്സ്ക്രൈബ് ബട്ടണൊക്കെ പ്രസ് ചെയ്തിട്ട് അതിലോളൊന്ന് ഓപ്ഷനും കൂടി കൊടുക്കണേ. എങ്കിൽ മാത്രമേ ഞാനെടുത്ത നെക്സ്റ്റ് വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പം നമ്മളെടുത്ത ആ ഒരു ഇഞ്ചിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി വേറൊരു ബൗളിലേക്ക് ഇതേപോലെ ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് ഒഴിച്ച് വെച്ച് എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാറായി. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വയ്ക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.